2020 ലോകകപ്പിന്റെ 10ാം പതിപ്പിന് കൊടിയേറി. നെതർലാൻഡ്സിനെതിരായ ഉദ്ഘാടന മത്സരത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ബൌളിംഗ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ബാബർ അസമും ഷഹീൻ അഫ്രീദിയും അടക്കമുള്ള വമ്പൻ താരനിരയാണ് പാകിസ്ഥാൻ കളത്തിൽ ഇറക്കുന്നത്. കിരീടം നിലനിർത്താൻ ഇറങ്ങുന്ന ഇന്ത്യക്കും ഇന്ന് മത്സരമുണ്ട്. അമേരിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ഖിലാഫ് അഹമ്മദ് ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഖിലാഫ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രാഥമിക ഘട്ടം അത്രയും വലിയ ആവേശം നൽകുമോ എന്നതിൽ സംശയമുണ്ട്. കാരണം വളരെ ചെറിയ ടീമുകളൊക്കെ ഈ ഭാഗമായി ഉണ്ട്. എന്തായാലും സൂപ്പർ 8-നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കും പാകിസ്ഥാനും ഉദ്ഘാടന ദിവസം തന്നെ മത്സരം. തീർച്ചയായും രുചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്രയും ആവേശം നിറഞ്ഞ മത്സരമുണ്ടോ എന്ന ചോദ്യത്തിന് ആ ഒരു ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ. എന്നാൽ ആ മത്സരത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയതോടെ ഈ ഒരു മത്സരത്തിന്റെ ആവേശം, ഈ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിലെ ആവേശം കുറഞ്ഞിരിക്കുകയാണ്. കൂടാതെ നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് പാകിസ്ഥാനും ഇന്ത്യയും കളത്തിലിറങ്ങുന്നു. നിലവിൽ പാകിസ്ഥാന്റെ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. നിലവിൽ ടോസ് നേടിയ പാകിസ്ഥാൻ നെതർലാൻഡ്സിനെതിരെ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ബാബർ അസമും അതേപോലെ തന്നെ ഷഹീൻ അഫ്രീദിയും സൽമാൻ അലി ആകെ അടക്കമുള്ള വമ്പൻ താരനിരയാണ് പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ തന്നെ കളത്തിലിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയതോടെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സൂപ്പർ 8-ലേക്ക് മുന്നേറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ. അതേ രീതിയിൽ തന്നെയാണ് നെതർലാൻഡ്സും ഇന്ന് ഗ്രൂപ്പ് എ മത്സരത്തിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത്. അവരുടെ ക്യാപ്റ്റൻ സ്കോട്ട് എഡ്വേർഡ്സ് അടക്കമുള്ള താരങ്ങളെ തന്നെ, അതായത് ഒന്നാം ടീമിനെ തന്നെ ഇറക്കി പാകിസ്ഥാനെ തറ പറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നെതർലാൻഡ്സും എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന മൂന്നാം മത്സരത്തിൽ, അതായത് രണ്ടാം മത്സരം വെസ്റ്റ് ഇൻഡീസും അതേപോലെ തന്നെ സ്കോട്ട്ലാൻഡും തമ്മിലാണ്. ആ മത്സരത്തിന് ശേഷം ഇന്ത്യയും അതേപോലെ തന്നെ അമേരിക്കയുമാണ് മൂന്നാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ഉദ്ഘാടന മത്സരത്തിന്റെ ആഘോഷ പരിപാടികൾ മുംബൈ വാങ്കഡയിൽ 6 മണിക്കാണ് ആരംഭിക്കുക. അതിനുശേഷം 7 മണിക്കാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കുന്നത്. ഇന്ത്യ ഇറങ്ങുന്നത് തന്നെ കിരീടം നിലനിർത്താനാണ്. ആ ഒരു കിരീട പോരാട്ടത്തിന്റെ ആദ്യ പടിവയ്പ്പാണ് ഇന്ന് അമേരിക്കക്കെതിരെ നടക്കുന്നത്. കൂടാതെ നമുക്കറിയാവുന്നതുപോലെ തന്നെ സഞ്ജു സാംസന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ മത്സരങ്ങളിൽ മോശം പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. എന്നാൽ പകരം എത്തിയ ഇഷാൻ കിഷൻ മിന്നും പ്രകടനം കാഴ്ചവെച്ച് സന്നാഹ മത്സരത്തിലടക്കം മികച്ച കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. ഇന്ത്യക്ക് തിരിച്ചടി എന്ന് പറയുന്നത് ഹർഷിത് റാണ ഈ ഒരു മത്സരത്തിൽ, ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. പകരം മുഹമ്മദ് സിറാജും ടീമിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മത്സരത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. രുചീഷ്. ശരി ഖിലാഫ്, എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും ആദ്യ ദിനം തന്നെ മത്സരത്തിന് ഇറങ്ങുന്നതിന്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. എന്തായാലും സഞ്ജു സാംസൺ ഇന്ന് കളിക്കുമോ എന്ന ആശങ്ക മലയാളി ആരാധകർക്കൊക്കെ ഉണ്ട്. കാരണം സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ഫോം ഔട്ടിലായിരുന്നു. അവസാന സന്നാഹ മത്സരത്തിലാണെങ്കിൽ അവസരവും കിട്ടിയില്ല.